ഗസയിൽ ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ ആക്രമണം തുടങ്ങിയിട്ട് ഏതാണ്ട് 2 മാസം പിന്നിടുന്നു. ഇന്നലെ ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായത് ഈ ഹമാസ് ബന്ദികളാക്കപ്പെട്ട ഇസ്രായേലി ആളുകൾ അവർ ബെഞ്ചമിൻ നെതന്യാഹുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതിൽ നെതന്യാഹു പറഞ്ഞ ഒരു കാര്യമാണ്, അതായത് ഈ ബന്ദികളുടെ മോചനം ഇനി പൂർണ്ണമായി സാധ്യമാകില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതിനെ തുടർന്ന് വലിയ നാടകീയ രംഗങ്ങളൊക്കെ അവിടെ അരങ്ങേറുകയുണ്ടായി. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഇന്നിപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് പരിശോധിക്കുന്നത്. ദാവൂദ് സർ, അതായത് നെതന്യാഹുവിൻ്റെ പ്രസ്താവന എന്താണ് ശരിക്കും വ്യക്തമാക്കുന്നത്? അതായത് ഈ ബന്ദികളുടെ മോചനം അത് സാധ്യമാകില്ല എന്ന് പറയുമ്പോൾ ഈ യുദ്ധം തുടങ്ങുമ്പോൾ അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം ഈ ബന്ദികളെ മോചിപ്പിക്കുക, ഹമാസിനെ തുരത്തുക എന്നുള്ളതായിരുന്നു. അതായത് ഇനിയിപ്പോൾ ഈ ബന്ദികളുടെ മോചനം വളരെ പെട്ടെന്ന് സാധ്യമാകില്ല എന്ന് പറയുമ്പോൾ ഈ ബന്ദികളെ കെയർ ചെയ്യാതെ യുദ്ധം തുടരുക എന്നുള്ളൊരു ഇസ്രായേലിൻ്റെ നയമാണോ വ്യക്തമാകുന്നത്? അല്ല, അതിലെ ഇന്നലെ നെതന്യാഹുവിൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആ പത്രസമ്മേളനത്തിൽ ഈ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ ക്ലാരിറ്റിയോടുകൂടി ഇത് ആവർത്തിച്ച് പറയുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് 3 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, ഡിസ്മാൻഡിൽ ഹമാസ്, ബന്ദികളെ മോചിപ്പിക്കുക. മൂന്നാമത്തത്, ഭാവിയിൽ ഒക്ടോബർ 7 സംഭവിച്ചതുപോലെ ഒന്ന് ഗസയിൽ സംഭവിക്കാതിരിക്കത്തക്ക വിധം ഗസയെ മാറ്റുക. ഇതാണ് 3 ലക്ഷ്യങ്ങൾ. ഈ 3 ലക്ഷ്യങ്ങൾ ഞാൻ നേടിയെടുക്കുന്നത് വരെ യുദ്ധം തുടരുക എന്നുള്ളതാണ് എൻ്റെ ലൈൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ ജിൽസി ചോദിച്ച ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, അതിനൊന്നും അദ്ദേഹം കൃത്യമായി മറുപടി പറയുന്നില്ല. പക്ഷേ ആ ചോദ്യം ഇതാണ്, അതിൻ്റെ ക്രക്സ് ഇതാണ്. ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളത് ആണല്ലോ ഒരു ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യം ഇപ്പോൾ 100-100-നടുത്ത് ബന്ദികളെ മോചിപ്പിച്ചു. 134 എനിക്ക് തോന്നുന്നു. 134 ബന്ദികളെ മോചിപ്പിച്ചു. ഓക്കെ, അത് ഇദ്ദേഹം പറഞ്ഞ ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. ആ 134 ബന്ദികളെ എങ്ങനെയാണ് മോചിപ്പിച്ചത്? യുദ്ധം ചെയ്തിട്ടാണോ മോചിപ്പിച്ചത്? യുദ്ധം നിർത്തി വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലോജിക്കൽ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? ബന്ദികളെ മോചിപ്പിക്കാൻ. നിങ്ങൾ ഇത്രയും ബന്ദികളെ മോചിപ്പിച്ചത് എങ്ങനെയാണ്? യുദ്ധം നിർത്തിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് യുദ്ധം ചെയ്തിട്ട് ബന്ദികളെ മോചിപ്പിക്കുക? ഇതൊരു ഭയങ്കര ഒരു ക്വസ്റ്റ്യനാണ്. ഇതേ ചോദ്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ബന്ദികളുടെ ബന്ധുക്കളെ കണ്ടു. ഹമാസ് ഈ ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ അവർ മോചിപ്പിച്ച ബന്ദികളുടെ കാര്യത്തിൽ ഒരു തന്ത്രപരമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭർത്താവും ഭാര്യയും ഉണ്ടെന്ന് വിചാരിക്കുക. ഒരാളെയാണ്, ഭാര്യയാണ് വിട്ടേക്കുന്നത്. ഭർത്താവ് ഇപ്പോഴും, അതായത് പുരുഷന്മാരെ അവർ ഇതുവരെ വിട്ടിട്ടില്ല, സ്ത്രീകളെയും കുട്ടികളെയും മാത്രമേ വിട്ടിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് ഒരു തന്ത്രമുണ്ട്. ഈ പറയുന്ന ഭാര്യ നാട്ടിലെത്തുന്നു, ഭർത്താവ് ഇവിടെ നിൽക്കുന്നു. അവരുടെ ബന്ധുക്കളുണ്ടാക്കുന്ന ഒരു പ്രഷറുണ്ടല്ലോ. അത്തരമൊരു കുടുംബം ഇന്നലെ നെതന്യാഹുവിനെ കണ്ട കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ബാക്കിയുള്ളവർ അവിടെ ഉണ്ടല്ലോ, അവരെ കൊലക്ക് കൊടുക്കുകയാണോ? ഇങ്ങനെ പോയാൽ അവർ കൊല്ലപ്പെടില്ലേ? അവരെ അവരെ ഇവിടെ എത്തിക്കണ്ടേ? അപ്പോൾ ഫലസ്തീനികളെ മുഴുവൻ വിട്ടയച്ചിട്ട് അവരെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഇവർ ബഹളം ഉണ്ടാക്കി. ഈ മീറ്റിങ്ങിൽ വെച്ച് ചിലർ ബഹളം ഉണ്ടാക്കുന്നു, ചിലർ ഒച്ച വെക്കുന്നു, കരയുന്നു, കൂക്കി വിളിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള നാടകീയമായ രംഗങ്ങളാണ് ഇന്നലെ ഉണ്ടായത്. അപ്പോൾ ഈ ചോദ്യം വളരെ ലോജിക്കലാണ്. യുദ്ധം നിർത്തിയിട്ടാണ് ഈ 134 ബന്ദികളെ മോചിപ്പിച്ചത്. എന്നിട്ട് പിന്നെയും യുദ്ധം തുടരുക എന്ന് പറയുകയും ബന്ദികളെ മോചിപ്പിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നതിന് പ്രശ്നമുണ്ട്. അപ്പോഴാണ് നെതന്യാഹു പറയുന്നത്, എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല എന്നൊരു വാക്ക് അദ്ദേഹം പറയുകയാണ്. അതേക്കാൾ വലിയ പ്രശ്നമുണ്ടാക്കി. അതാണ് ഇന്നിപ്പോൾ ഇസ്രായേൽ വലിയ ഡിസ്കഷൻ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ എന്താ പറയുക, അയുക്തികത. നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ, ഒരു മിഷൻ ഏറ്റെടുക്കുന്നു, അതിനൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ നല്ല ക്ലാരിറ്റി ഉണ്ടാകണം. കാരണം ഇത് അതിഭീകരമായുള്ളൊരു, അങ്ങേറ്റം സങ്കീർണമായുള്ളൊരു പ്രോജക്റ്റാണല്ലോ. അപ്പോൾ ആ ക്ലാരിറ്റി കുറവ് അവിടെയുണ്ട്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് ഇപ്പം ഹമാസിൻ്റെ ഇപ്പോഴത്തെ ഗസയിലെ ലീഡർ എടുക്കുക, നമ്മൾ യഹ്യ സിൻവാർ എന്ന് പറയുന്ന കക്ഷി. അദ്ദേഹം ഈ 23 വർഷം ഇസ്രായേൽ ജയിലിൽ കിടന്ന ആളാണ്. അദ്ദേഹത്തിന് തടവ് ശിക്ഷ എത്ര കാലത്തേക്കായിരുന്നു അറിയോ? 330 വർഷത്തേക്കായിരുന്നു. 330 വർഷത്തേക്ക് ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ അയാൾ മരിക്കുവോളം ഇസ്രായേൽ മരിച്ചാലും അവിടെ തന്നെ കിടക്കേണ്ട ഒരാളാണ്. അപ്പോൾ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തടവുകാരെ മോചിപ്പിക്കാൻ ഈ ലോകത്ത് സാധ്യമായുള്ള ഒരേ ഒരു വഴി എന്താണ്? ഇസ്രായേലികളെ പിടിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ്. അങ്ങനെ പുറത്തിറങ്ങിയ ആളാണ് ഈ സിൻവാർ. അദ്ദേഹമാണ് ഈ പ്രസ്ഥാനത്തെ ഇപ്പോൾ അവിടെ നയിക്കുന്നത്. അപ്പോൾ അവർക്കതിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഞങ്ങൾ പിടിക്കും,
നിങ്ങൾ ആളുകളെ പിടിക്കും, വില പേശും. ഇനിയും വീണ്ടും ഇത് പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ വീണ്ടും നിങ്ങൾ ആളുകളെ പിടിക്കും, വില പേശും. അപ്പോൾ ഇവർക്കിതിൽ ക്ലാരിറ്റി ഉണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ക്ലാരിറ്റി ഇല്ല. ഈ ക്ലാരിറ്റി ഇല്ലാത്ത പ്രശ്നം ഒരു വശത്ത് അവിടെ. രണ്ടാമത്തെ ഈ പറഞ്ഞ രാഷ്ട്രീയമായ അദ്ദേഹത്തിൻ്റെ തന്നെ മന്ത്രിസഭയിൽ ഒരു അംഗമാണ് അദ്ദേഹത്തെ വിചാരണ ചെയ്യാനുള്ള നടപടിക്ക് ഒപ്പിട്ട് കൊടുക്കുന്നത്. തിങ്കളാഴ്ച അവിടെ രാജിവെക്കണമെന്ന് പറഞ്ഞ പ്രക്ഷോഭം നടക്കുന്നു. ഗാൻസും നെതന്യാഹും തമ്മിലുള്ള തർക്കങ്ങളുണ്ട്. ഇന്നലെ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും പത്രസമ്മേളനത്തിന് വരുമെന്നായിരുന്നല്ലോ പറഞ്ഞത്. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അദ്ദേഹത്തോട് ചോദിക്കുമെന്ന മട്ടിലാണ് അദ്ദേഹം ഉള്ളത്. ഈ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ്റെയും സങ്കീർണതയും പ്രശ്നമുണ്ട്. പക്ഷേ ഇതിനെല്ലാം മറികടക്കാനുള്ള ഒരൊറ്റ വഴിയായിട്ട് ഇത് കാണുന്നത് എന്താണ്? ഇങ്ങനെ നിരന്തരം ബോംബിട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനെ മറികടക്കാനുള്ള വഴിയായിട്ട് കാണുന്നത്. പക്ഷേ ഇതേ സമയം നേർക്കുനേരെയുള്ള പോരാട്ടത്തിൽ, ഗ്രൗണ്ടിൽ നടക്കുന്ന പോരാട്ടത്തിൽ ഇസ്രായേലിന് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ആയുധങ്ങൾ, ടാങ്കുകൾ തകർക്കപ്പെടുന്നു. ഇത് ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്ന വാർത്തകൾ. ഖസാം ബ്രിഗേഡ് വലിയ അക്കമാണെന്നാണ് പറയുന്നത്. ഖസാം ബ്രിഗേഡിൻ്റെത് ഒരു യുദ്ധസമയത്ത് അവകാശവാദമാണെന്ന് നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും 2 പേർ കൊല്ലപ്പെട്ടതായി IDF സ്ഥിരീകരിക്കുകയുണ്ടായി. അപ്പോൾ നേരിട്ടുള്ള യുദ്ധത്തിൽ അല്ലെങ്കിൽ കരയുദ്ധത്തിൽ നിരന്തരം തിരിച്ചടികൾ നേരിടുന്നു. അപ്പോഴാണ് ഹമാസിനെ തകർക്കുമെന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ പറയുന്ന അത് സംഭവിക്കുന്നുമില്ല. ബന്ദികൾ അവരുടെ കയ്യിൽ തന്നെ നിൽക്കുന്നു. ഇന്നലെയും ടെലവീവിൽ റോക്കറ്റുകൾ പതിക്കുന്നു. ഇത് എവിടെയാണ്, എങ്ങനെയാണ് ഇസ്രായേൽ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് ചെല്ലുക എന്നുള്ളത് കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിഷാദ്, അതായത് ഒരു ആത്മാഭിമാന പ്രശ്നത്തിൻ്റെ പേരിൽ ഇസ്രായേൽ ഇറങ്ങി തിരിച്ചതാണ്, യുദ്ധം ചെയ്യാൻ കുറേ ലക്ഷ്യങ്ങളുമൊക്കെ ആയിട്ട്. പക്ഷേ അതിൻ്റെ നഷ്ടമൊക്കെ അനുഭവിക്കുന്നത് ഗസയാണ് ഇപ്പോഴും. ഇനിയിപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്മാറ്റം എന്നുള്ളത് അത് സാധ്യമല്ലാത്തൊരു സ്ഥിതിക്ക് ഇതെങ്ങനെ മുന്നോട്ട് പോകും? പിന്മാറുക എന്നത് സ്വാഭാവികമായിട്ടും ഇസ്രായേലിൻ്റെ മുമ്പിലുള്ള ഒരു ആശയമോ വഴിയുമല്ല. അതിനകത്ത് എന്തുമാത്രം സ്ട്രാറ്റജിക്കായിട്ടും വിജയകരമായിട്ടും മുന്നോട്ട് പോകാൻ ചോദിച്ചാൽ ഒരുതരം ഭ്രമാവസ്ഥ അനുഭവിക്കുകയാണോ ഇസ്രായേലിന് നമുക്ക് തോന്നും. കാരണം ഓഫ് കോഴ്സ് ആളുകളെ അവർ കൊല്ലുന്നുണ്ട്, കുറേ പേരെ ബോംബിട്ട് കൊല്ലുന്നുണ്ട്. അത് ഒരുപാട് ബോംബും ഫൈറ്റർ ജെറ്റും കയ്യിലുള്ള ആളുകൾക്ക് കൊല്ലാം, അതൊരു സാധാരണ സംഗതിയാണ്. പക്ഷേ യുദ്ധത്തിൽ എങ്ങനെ നീങ്ങണമെന്ന കാര്യത്തിലുള്ള വലിയ കോൺഫിഡൻസ് ഇഷ്യൂ അവർ നേരിടുന്നുണ്ട്. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മളെങ്ങനെ നീങ്ങിയിട്ട് നമ്മുടെ ബന്ദികളെ എങ്ങനെ മോചിപ്പിക്കും. രാജ്യത്തിൻ്റെ പൊതുവായ താല്പര്യം, യുക്തിസഹമായ താല്പര്യം എന്താണ്? നമ്മുടെ എല്ലാ ബന്ദികളെ നമ്മൾ തിരികെ കൊണ്ടുവരണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കും പറഞ്ഞാണ്, ഒരു പറ്റം ബന്ദികളെ കൊണ്ടുവന്നാൽ ബാക്കിയുള്ളവരെ ചോദിക്കും, ഞങ്ങളുടെ കുറേ പേരെ കൊണ്ടുവന്നില്ല, ഞങ്ങളുടെ എവിടെ എന്ന് ചോദിക്കും. നിങ്ങൾക്കൊരു ട്രൂസിലൂടെ ആളുകളെ കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ ഇനിയും ട്രൂസ് വയ്ക്കും, ട്രൂസ് നീട്ടു, എന്നിട്ട് ഞങ്ങളുടെ ആളുകളെ കൂടെ കൊണ്ടുപോകാം, കുറച്ച് പേരെ മാത്രം കൊണ്ടുവന്നാൽ മതിയല്ലോ, പോരല്ലോ എന്ന ചോദ്യം ഉണ്ടാവുകയും ആ പ്രഷറിൽ സർക്കാർ ഒലയുകയും ചെയ്യും. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഇപ്പോൾ എന്താണ് ഇസ്രായേലിൻ്റെ ഒരു പൊതു താല്പര്യം? അവിടെയുള്ള ആളുകളെ മുഴുവൻ തിരികെ കൊണ്ടുവരിക എന്നാണ്. അവരുടെ പൗരന്മാർ അവർക്ക് ലോകത്ത് ഏറ്റവും വിലപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ ഒരു ട്രൂസ് എടുക്കൂ, എന്നിട്ട് നിങ്ങൾ എല്ലാവരെയും കൊണ്ടുവരൂ, പകരം ഇവിടെയുള്ള ആളുകളെ വിട്ടുകൊടുക്കും. അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. സമാധാനം ആഗ്രഹിക്കുന്ന, രാജ്യത്തിൻ്റെ പൊതു താല്പര്യം ആഗ്രഹിക്കുന്ന അത് ചെയ്യണം. അത് ചെയ്യാൻ കഴിയാത്ത വിധം സ്വന്തം അതിജീവന പ്രശ്നം നെതന്യാഹുവിനെ വേട്ടയാടുന്നുണ്ട്. കാരണം എന്താണ്? അതൊരു തോൽവിയായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. കാരണം 60 ദിവസം യുദ്ധം ചെയ്തിട്ടും യുദ്ധം വഴി നിങ്ങൾക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല. ആളുകളെ കൊല്ലുക, കുറേ പേരെ കൊല്ലുക എന്നല്ലാതെ ഈ ആളുകളെ തിരിച്ചു കിട്ടാൻ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ടണലുകൾക്കകത്തേക്ക് എന്താ പറയുന്നത്, കടലോളം അടിച്ചു കയറ്റാൻ നോക്കുകയാണ്. അങ്ങനെ അടിച്ചു കയറ്റാൻ നോക്കിയാൽ എന്താ സംഭവിക്കുക? ശരിയാണ്, ഈ പറഞ്ഞ അൽഖസം ബ്രിഗേഡിൻ്റെ ആളുകൾ കൊല്ലപ്പെടും, അതിൻ്റെ കൂടെ ബന്ദികളും കൊല്ലപ്പെടും. ഇപ്പോൾ ഇവിടെ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് അത് ഹമാസിൻ്റെ പിടിയിലിരിക്കുമ്പോഴല്ല, ഞങ്ങളെ സംബന്ധിച്ച് ബോംബാർട്ട്മെൻറ്റിൽ കൊല്ലപ്പെടും എന്നുള്ള പേടിയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നു പറഞ്ഞിരുന്നു. സോ അതുകൊണ്ട് ഒരുതരം കൈവിട്ട എന്തൊക്കെയോ ചെയ്യുന്നു. അതായത് ബന്ദികളെ തിരിച്ചെടുക്കാൻ ഒരു ട്രൂസ് ആൻഡ് വെടിനിർത്തൽ ആൻഡ് ചർച്ച എന്നത് ആലോചിക്കാതെ വേറെ വഴിയിലൂടെ നീങ്ങുകയാണ്. ആ വഴിക്ക് ഒരു വ്യക്തതയില്ലെന്നാണ് നമ്മൾ കാണുന്ന കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നെതന്യാഹു പറയുന്നു, ഈ യുദ്ധം കഴിഞ്ഞാലും അവിടെ ഞങ്ങളുടെ സൈനിക നിയന്ത്രണം ഉണ്ടാകുമെന്ന്. അതിന് മുമ്പ് അമേരിക്ക ആ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് അവരുടെ പോളിസി പറഞ്ഞിരിക്കുന്ന സൈനിക നിയന്ത്രണമോ അധിനിവേശമോ പാടില്ല. അധിനിവേശത്തെക്കുറിച്ച് ആലോചിക്കരുതെന്ന് ബൈഡൻ നെതന്യാഹുവിനെ വിളിച്ച് പറയുക വരച്ചത് വാർത്തയാവുകയും ചെയ്തതാണ്. അപ്പോൾ അമേരിക്ക ആ കാര്യത്തിൽ എടുക്കുന്ന ഒരു പൊസിഷനും സൈനികവൽക്കരിക്കപ്പെട്ട ഗസയായിരിക്കും ബാക്കി ഉണ്ടാവുക എന്ന് ഇയാളും പറയണം. എന്ന് വെച്ചാൽ അമേരിക്ക തങ്ങളുടെ ഏറ്റവും ക്ലോസ് അലയായിട്ടുള്ള, അവർക്ക് എല്ലാ സഹായവും കൊടുക്കുന്ന അമേരിക്ക എടുക്കുന്ന പൊസിഷൻ, ആ പൊസിഷൻ്റെ കൂടെ പോലും നിൽക്കാൻ കഴിയാത്തത് എന്തൊക്കെയോ പറയുകയും ചെയ്യുകയും ചെയ്യുന്നു എന്നൊരു അവ്യക്തതയാണ് സത്യത്തിൽ പറഞ്ഞാൽ ഇവരിപ്പോൾ അഭിമുഖീകരിക്കുന്നതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. നെതന്യാഹുവിന്റെ ഒരു പൊളിറ്റിക്കൽ ഭാവി സംരക്ഷിക്കാനുള്ള ഒരു പ്രധാന കാര്യമാണ്. കാരണം യുദ്ധം നിന്ന് പോകുന്ന നിമിഷം നെതന്യാഹുവിന് ഇറങ്ങിപ്പോകേണ്ടി വരും എന്ന ഭീതി അയാൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇത്രയും വലിയ ക്രൈസിസ് സിറ്റുവേഷനിൽ ഒരു വാർ ക്യാബിനറ്റ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അദ്ദേഹത്തിനെതിരായിട്ടുള്ള അഴിമതി അന്വേഷണത്തിന്മേൽ വിചാരണ തുടരാൻ അവിടുത്തെ ക്യാബിനറ്റ് മിനിസ്റ്റർ പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താണ്, അത്രയും ചെകുത്താനും കടലിലും നടക്കുന്ന പറയില്ലേ, ആ സിറ്റുവേഷനിലാണ് നെതന്യാഹു അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് കുറേ ആളുകളെ കൊല്ലുക എന്നതിനപ്പുറത്തേക്ക് ഇവരെന്തെങ്കിലും വിജയത്തിൻ്റെ സൂചന കാണുന്നതെന്ന് ചോദിച്ചാൽ ഇല്ല.
അപ്പോൾ ഇനിയും ബന്ദികളെ തിരിച്ചു കിട്ടണമെങ്കിൽ അവർക്ക് അടുത്ത ട്രൂസ് എടുക്കേണ്ടി വരുമായിരിക്കും. അതെടുക്കാൻ അവർ തയ്യാറാകുമോ, അതോ ഇങ്ങനെ വിവേചനരഹിതമായ ആക്രമണങ്ങളിലൂടെ ആളുകളെ കൊല്ലുകയായിരിക്കുമോ ചെയ്യുക? തിരിച്ചൊരുപാട് പേര് കൊല്ലപ്പെടുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേര് കൊല്ലപ്പെടുന്നതിൻ്റെ സ്ഥിരീകരണമാണ് IDF പുറത്തുവിടുക. അതിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ടെന്ന് ഹമാസ് അവകാശപ്പെടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കൊണ്ട്, അതായത് ഒരു ടെൻറ്റിൽ ഒരു 10-12 ഇസ്രായേലി പട്ടാളക്കാർ അതിനകത്ത് ടെൻറ്റിനകത്ത് അവർ പെരുമാറുന്നതിൻ്റെ വീഡിയോ ലോങ് ഷോട്ടിൽ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അവരെ മോണിറ്റർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഹമാസ് പുറത്തുവിടുന്നു. ആ വീഡിയോ പാതിയേ ഉള്ളൂ. അതിനുശേഷം അവർ കൊല്ലപ്പെട്ടോ ഷൂട്ട് ചെയ്തതൊന്നും അറിയില്ല ഇവിടുന്ന്. എന്തായാലും ഞങ്ങൾ ക്ലോസ്ലി അവരെ മോണിറ്റർ ചെയ്യുന്നുള്ള വീഡിയോ പുറത്തുവിടുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ കയറി കംപ്ലീറ്റായിട്ട് ഞങ്ങൾ ഭരിക്കുകയാണ്, എല്ലാവരും ഇല്ലാതായി, ഞങ്ങളെ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല. അവർ വലിയ പ്രത്യാക്രമണം നേരിടുന്നുണ്ട്, അവരുടെ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്, സൈനിക വാഹനങ്ങൾ പൂർണ്ണമായും തകർക്കപ്പെടുന്നു, ഭാഗികമായി തകർക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഡാമേജ് ആൻഡ് ലോസ് മുഴുവൻ അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിൽ കൂടുതൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. ഇത് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നു. ആളുകൾക്ക് പലായനം ചെയ്യാനും പോയി ഒളിക്കാനും അല്ലെങ്കിൽ സുരക്ഷിതമായിരിക്കാനും ഒരു സ്ഥലം അവശേഷിക്കുന്നില്ല എന്ന ഇഷ്യൂ ഉണ്ട്. ലോകം എന്തുമാത്രം നേരത്തെ കാണിച്ച അതേ ആത്മാർത്ഥതയുടെയും ആഴത്തിലും ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ടെന്ന ചോദ്യമാണ്. കഴിഞ്ഞ 75 വർഷത്തെ ഒരു ഫലസ്തീൻ്റെ ഒരു പ്രതിരോധ സമരത്തിൻ്റെ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം എടുത്താൽ ലോകം അവരോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അനീതികളിലൊന്ന് മറവിയാണ്. പെട്ടെന്ന് മറന്നു കളയുക. അപ്പോൾ ഇതാണ് ഒരുപക്ഷെ ഈ ഒക്ടോബർ 7 ശേഷമുള്ളതായിരിക്കും ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും ഡിസ്കസ് ചെയ്യപ്പെട്ടത്. ബാക്കി വളരെ പരിമിതമായ പ്രതിഷേധങ്ങളും ഇടങ്ങളും അവർക്ക് കിട്ടിയിട്ടുള്ളൂ ലോകത്തിൻ്റെ ശ്രദ്ധയിൽ. ഇപ്പോൾ ലോകം ഇടപെടുന്നുണ്ട്. അപ്പോൾ പതിവ് പോലെ ലോകം അവരുടെ കണ്ണീരിനെ, അവരുടെ പോരാട്ടത്തെ, അവരുടെ രക്തത്തെ മറന്നു കളയുമോ എന്നൊരു ആശങ്കയുണ്ട്. കാരണം ആളുകൾ പതിയെ പ്രതിഷേധങ്ങളുടെയൊക്കെ എണ്ണം കുറഞ്ഞൊക്കെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന അതിൽ ഇടപെടാൻ കഴിയട്ടെ. ഈ യുദ്ധത്തിന് ഇങ്ങനെ തന്നെയാണ് ഇസ്രായേൽ പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് വലുതാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ മാരകമായി ആക്രമിക്കുക, ആളുകൾക്ക് പോകാനൊരു ഇടവുമില്ലാതെ വരിക, അതിൻ്റെ തീവ്രത മാക്സിമം ആയാൽ സ്വാഭാവികമായിട്ടും ബാഹ്യശക്തികൾ ഇടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തവണ എന്തൊക്കെയോ സംതിങ് പുതിയത് ഈ കോൺഫ്ലിക്റ്റിനകത്ത് സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് വിചാരിക്കണം. എന്തായാലും ഇസ്രായേൽ ഈ നിലയ്ക്ക് തന്നെ തുടരുകയാണെങ്കിൽ കുറച്ചും കൂടെ പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിക്കാനുള്ളൊരു സാധ്യതകളുണ്ട്. അപ്പോൾ തന്നെ ഇനിയൊരു ട്രൂസിന് ഇസ്രായേൽ തയ്യാറാകുമോ എന്നുള്ളത് കൂടിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്.